പദ്മനാഭ കമലനയന പദ്മനാഭ കമലനയന ത്രിനയന ശംഭോ മഹേശ പദ്മനാഭ കമലനയന ത്രിനയന ശംഭോ മഹേശ അജലേ इंदो स्वरूप रहे अविनाशी पाजाले इंदो स्वरूप रहे अविनाशी. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഹരിനാമ കീർത്തനത്തിലെ 11ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തരുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ട് ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള വമ്പോരു കാഷത്തുണ നാരായണായ നമ. എൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് യമധർമ്മരാജാവ് അഥവാ മൃത്യു കാര്യസ്ഥനായ ചിത്രഗുപ്തരുടെ അഥവാ അന്ധകരണത്തിൻ്റെ പൂർണ്ണമായ വാക്കുകൾ കേട്ട് എൻ്റെ കർമ്മബന്ധത്തിൻ്റെ വിലയിരുത്തുവാൻ തീരുമാനിക്കുന്ന സമയത്ത് അല്ലയോ ഭഗവാനെ അവിടുന്ന് അരികിലുണ്ടായിരിക്കണമേ. പാപഹാരിയായ നാരായണന് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ ഹരിനാമ കീർത്തനം എന്ന് പറയുന്നത് ഒരു ജന്മം അറുക്കുന്ന, അതായത് നമുക്ക് മുക്തി നൽകുന്ന ഒരു ഉപാധിയാണ്. അതുകൊണ്ട് ഹരിനാമ കീർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മബന്ധങ്ങളല്ലേ. കർമ്മബന്ധങ്ങൾ കൊണ്ടാണല്ലോ നമ്മളിവിടെ ജനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ബന്ധമൊന്നുമുള്ളവരല്ല. ഓരോരോ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങൾ പോയിട്ട് തിരിച്ചു വരികയാണ് ജന്മമെടുത്ത്. അതുകൊണ്ടാണ് നമ്മൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു ബന്ധം. അതാണ് കർമ്മബന്ധം. ആ പഴയ കർമ്മത്തിനെ, മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി നമ്മൾ വരുന്ന ആ ബന്ധങ്ങളാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ നമ്മുടെ കർമ്മബന്ധങ്ങൾ. അപ്പോൾ ഈ കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം 2 വിധമുണ്ട്. പുണ്യകർമ്മം എന്ന് പറയും, പാപകർമ്മം എന്നും പറയും. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട്, ജീവിക്കാൻ വന്നിട്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായി വരും? പുണ്യജന്മങ്ങൾ അനുഭവിക്കാനായിട്ട് നമ്മൾ വരും. പിന്നെ പാപകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താവും? നമ്മൾ പാപകർമ്മങ്ങൾ അനുഭവിക്കാനായി നമ്മളിവിടെ ഭൂമിയിൽ വരും. അപ്പോൾ എന്തായാലും കർമ്മം എന്ന് പറയുന്നത് ബന്ധം തന്നെയാണ്. ഈ കർമ്മം ഉണ്ടായാൽ ബന്ധനം ഉണ്ടാകും. കർമ്മം അതിൻ്റെ ശക്തി അത്രയ്ക്കുണ്ട്. അപ്പോൾ ഈ കർമ്മം പുണ്യമായാലും പാപമായാലും നമുക്ക് വീണ്ടും സംസാര ചക്രത്തിൽ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടേയിരിക്കണം. ജീവൻ്റെ ലക്ഷ്യം മുക്തിയാണ്. അപ്പോൾ നമുക്ക് മുക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ അറണം. കർമ്മബന്ധങ്ങൾ അറന്ന് കർമ്മം ഇല്ലാതാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജന്മത്തിന് മുക്തി ഉണ്ടാകുന്നത്. ഈ കർമ്മം അറന്നതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് മുൻ ചെയ്ത സുഹൃതങ്ങൾ വേണം. ആ സുഹൃതങ്ങൾ എങ്ങനെ നമുക്കുണ്ടാവും? ആ സുഹൃതങ്ങൾ നമുക്ക് ദുഷ്കൃതികളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് സുഹൃതങ്ങൾ ഉണ്ടാകുന്നത്. ഈ ദുഷ്കൃതികൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സുഹൃതങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനുള്ള ഉപാധിയാണ് ഭക്തരുമായിട്ടുള്ള സംസർഗം. ഈ ഭക്തരുമായി സംസർഗം നടത്തുമ്പോൾ അവരിലെ അനുഭവങ്ങളിലൂടെ നമുക്ക് പലതും നമുക്ക് അറിയാൻ കഴിയും. ആ ഭക്തന്മാരിലൂടെ മാത്രമേ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ ഭക്തന്മാരായിരിക്കണം. അല്ലാതെ നമ്മൾ വേഷം കെട്ടി നടക്കുന്ന ഭക്തരല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിർമ്മലമായ പവിത്രമായ ഒരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച ആൾക്കാരാണ് നമ്മൾ ഭക്തരെന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഈ കർമ്മബന്ധം ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ മായാ പ്രപഞ്ചമാണ്. ഈ കർമ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, കർമ്മബന്ധത്തിൽ നിന്ന് മാറാൻ ബ്രഹ്മദേവന് പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ഈ കർമ്മബന്ധം എന്ന് പറയുമ്പോഴേ
ഈ മായാശക്തി നമ്മളെ മോഹിപ്പിക്കും. ഈ മായാശക്തി നമ്മളെ മോഹിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പല മോഹങ്ങളും ഉണ്ടാവും. ഈ പല മോഹങ്ങളും സാധിക്കാൻ നമ്മൾ പല ജോലികളും ഇവിടെ ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ കർമ്മങ്ങൾ. ആ ചെയ്യുന്ന സമയങ്ങൾ നല്ലതായിട്ട് മോഹിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കർമ്മങ്ങൾ. ഇപ്പം ഈശ്വരനെ നമുക്ക് സേവിക്കണം, ഈശ്വരനെ പ്രാർത്ഥിക്കണം, ഈശ്വര ലാഭം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് നമുക്കത് ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങളാണ്. പക്ഷേ മോശമായി മറ്റുള്ളവരെ നശിപ്പിക്കണം, മറ്റുള്ളവരുടെ ദുരിതങ്ങളും കാണണം എന്നൊക്കെ വിചാരിക്കുന്ന മനസ്സ്, അത് നമ്മുടെ ദുഷ്കൃതി. അതിനെയാണ് ദുഷ്കൃതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നല്ല സുഹൃതങ്ങൾ ചെയ്യുക വെച്ചാൽ ഈശ്വരനെ തന്നെ മനസ്സിലാക്കാനുള്ള ശ്രമം, ഇതൊക്കെയാണ് നമ്മുടെ സുഹൃതമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് വരുന്ന ജന്മങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഈശ്വര ലാഭത്തോടു കൂടിയുള്ള ജന്മമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനെ മനസ്സിലാക്കാനും നമുക്ക് ജീവൻ ഈ സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് ജീവൻ കഷ്ടപ്പെടും. നമ്മളെ കാണുന്നില്ലേ ഈ പ്രപഞ്ചത്തിൽ ഓരോരോ ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് എന്തൊക്കെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഞാൻ തയ്യാറാണ് അനുഭവിക്കാനും സഹിക്കാനും, എന്നാലും പ്രപഞ്ചം ഇത്രയും ഭംഗിയുള്ളതാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾക്ക് അനുഭവിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു കഷ്ടമാണ്, ഇതിൽ നിന്നൊരു മുക്തി ഇല്ലേ എന്ന്. ആ മുക്തിക്കാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഭക്തരുമായിട്ടുള്ള സംസർഗം, ഹരിനാമ ജപം. അതാണ് ഈ ഹരിനാമ കീർത്തനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ജപത്തിലൂടെയാണ് നമ്മുടെ മനസ്സ് എന്താവുന്നത്, ശുദ്ധിയാകുന്നത്. നമ്മുടെ മനഃശുദ്ധിയായാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഇത്. ഈ മായാശക്തി കാരണമാണ് നമുക്കിപ്പോൾ മായയെ നമ്മൾ മറക്കണം. രക്ഷപ്പെടണമെങ്കിൽ മായയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ മായാമറ മാറ്റുന്നില്ല. ആ സാക്ഷാൽ ഭഗവതി അതായത് പരബ്രഹ്മം തന്നെ നമ്മളെ ആ ഒരു ഇത് മാറ്റി തന്നാലേ നമുക്കത് ഈ മായയിൽ നിന്ന് നമ്മൾ മുക്തരാകും. അത്രയ്ക്കും കടുപ്പമാണ് മായയുടെ ശക്തി. ഇപ്പോൾ ഉദാഹരണത്തിന് മായയുടെ ശക്തി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. നമ്മുടെ ശ്രീരാമസ്വാമി ലക്ഷ്മണനുമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട്. അതായത് ലക്ഷ്മണോപദേശം. അതായത് അവർ ശ്രീരാമദേവൻ മനുഷ്യനായിട്ടും ലക്ഷ്മണസ്വാമി മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ മായാശക്തി അവരിൽ ബാധിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രീരാമസ്വാമിക്ക് അഭിഷേകം വിഘ്നം വന്നപ്പോൾ ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം വന്നപ്പോൾ അതിന് തടസ്സമായി ആര് വന്നു? കൈകേയിയുടെ 2 വരങ്ങളാണ് ശ്രീരാമസ്വാമിയുടെ രാജ്യാഭിഷേകത്തിന് വിഘ്നം വന്നത്. ആ സമയത്ത് അനുജനായ ലക്ഷ്മണന് ഈ പറഞ്ഞ പോലെ ഭയങ്കര കോപക്കാരനാണ്. ആ ലക്ഷ്മണന് കോപം സഹിക്ക വയ്യാതെ ശ്രീരാമസ്വാമിയോട് പറയുകയാണ്, ജ്യേഷ്ഠ, ഞാനിപ്പോൾ അച്ഛനെ പിടിച്ച് നമുക്ക് തുറങ്കലിലടയ്ക്കാം, ദശരഥ മഹാരാജാവിനെ പിടിച്ച് തുറങ്കലിലടയ്ക്കാം, നമ്മുടെ കൈകേയി മാതാവിൻ്റെ ബന്ധുക്കളെ അവരെയൊക്കെ ഇവിടുന്ന് പാലായനം ചെയ്യാം, നാളത്തെ അഭിഷേകത്തിന് വന്ന് നിൽക്കുന്നവരല്ലേ, ഈ ജ്യേഷ്ഠനെ തന്നെ അഭിഷേകം നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ വാളും ഇതൊക്കെ എടുത്തൊരു ബഹളത്തിന് ഇറങ്ങും. ആ സമയത്ത് ശ്രീരാമസ്വാമി ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്, ലക്ഷ്മണ, നീ വീരനും ശൂരനും പരാക്രമിയൊക്കെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ നീ ആദ്യം മനസ്സിലാക്കേണ്ടത്, നീ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവസാനം വരെ എന്നും നിലനിൽക്കുന്നതാണോ, എന്നും പിടിച്ചടച്ചിടാൻ പറ്റുന്നതാണോ എന്ന് ശ്രീരാമസ്വാമി ചോദിക്കുന്നു. അതിന് കാരണം പറഞ്ഞു കൊടുക്കുന്നു. അനുജ, ലക്ഷ്മണ, ഇത് മായാപ്രകൃതിയാണ്. ഈ മായാപ്രകൃതിയിൽ കാണുന്നതിന് ഒന്ന് കണ്ടിട്ട് നമ്മൾ എന്താകരുത്, അതിൽ നമ്മൾ വശംവദരാകരുത്. ഇതൊക്കെ മറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിക്കരുത്, അതൊക്കെ പാപങ്ങളാണെന്ന് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ഉപദേശിക്കുന്നു. അങ്ങനെ ലക്ഷ്മണന് കോപം മാറുന്നു. ഇത് ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ആ ലക്ഷ്മണസ്വാമിക്ക് ആ അനുഗ്രഹം കിട്ടിയത്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്തായിരിക്കണം, ഇത് കേട്ട് മനസ്സിലാക്കണം. ശ്രീരാമസ്വാമി എന്താണ് പറഞ്ഞിരിക്കുന്നത് മായയെക്കുറിച്ച്? മായയെ ആർക്കും തടുക്കാനാവില്ല, പക്ഷേ മായയെ മായയായിട്ട് തന്നെ കാണണം. ഇത് നിത്യമായ കാര്യമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് ലക്ഷ്മണൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മോഹാവേശവും കോപം കൊണ്ട് നമ്മൾ ഒരു കർമ്മങ്ങളും ചെയ്ത് കർമ്മബന്ധരായി മാറും എന്നാണ് അവിടെ ശ്രീരാമസ്വാമി നമുക്ക് തരുന്ന ഉപദേശം. അതുപോലെ തന്നെ ഈ കലികാലത്ത് നമുക്ക് ഈശ്വരനെ സേവിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ മാർഗത്തെ അറിയാൻ നമുക്ക് വഴികൾ പറഞ്ഞു തരുന്ന ആചാര്യന്മാർ ഇനിയുമുണ്ട്. അതായത് നമ്മുടെ ശ്രീരാമകൃഷ്ണ ദേവൻ വചനാമൃതത്തിൽ 37-ാം ഭാഗം അധ്യായം 2 പറയുന്നുണ്ട്, ഈ കലികാലത്ത് നമുക്ക് എന്താണ്, സത്യമാണ് തപസ്. അത് നമ്മളെല്ലാവരും കൈക്കൊള്ളുകയും അതിനെ നമ്മൾ മാനിക്കുകയും നമ്മളതിനെ പിന്തുടരുകയും ചെയ്യണം. അതിനോടൊപ്പം ഹരിനാമ ജപമാണ് നമുക്ക് ഈ കലികാലത്ത് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നവർക്ക് ജീവൻ്റെ മുക്തി ജീവമുക്തി ഉണ്ടാകുന്നതിന് ഒരു താമസവും ഉണ്ടാകില്ല എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്.
അതുകൊണ്ട് നമുക്ക് കർമ്മത്തെ മാറണമെങ്കിൽ ആ മായ മറ നമുക്ക് മാറാൻ നമുക്ക് ഹരിഭജനം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശങ്കരാചാര്യ പറയുന്നല്ലോ, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാലത്ത് നമ്മൾ ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. നമ്മുടെ മനസ്സിലെ മൂഢത്വത്തെ മാറ്റൂ, താൻ ആരാണെന്ന് അറിയാൻ ശ്രമിക്കൂ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൂ എന്നുള്ളതൊക്കെയാണ് ആ വരികളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥവുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തരുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമള വമ്പോരുഹാഷതുണ. നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ.